നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു യുദ്ധമാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലുടനീളം നടക്കുന്ന സമരമായിട്ട് നമ്മളിതിനെ കാണാൻ ഈ ലഹരിക്കെതിരെയുള്ള വലിയൊരു സമരമാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ഇതുപോലെ ഒരു യാത്ര നമ്മൾ തുടങ്ങിയത്. പക്ഷേ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ മുനവറിൽ തങ്ങളുണ്ട്. തങ്ങളെ ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങാൻ കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. കുറേ നാളുകളായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായും മലബാറിലെ ഒരു വലിയ ഏറനാടിൻ്റെ വലിയൊരു കേന്ദ്രമാണ് മഞ്ചേരി. ഈ ഒരു ബെൽറ്റ് എല്ലാ നന്മയും ആഗ്രഹിക്കുന്ന ഒരു ബെൽറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് അത് ഏറ്റെടുക്കാൻ ഈ പ്രദേശത്തെ ആളുകൾ വളരെ താല്പര്യപൂർവ്വം വരുന്നു എന്നുള്ളത് ഈ സാമൂഹ്യ ദ്രോഹത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടം ആര് നടത്തിയാലും അവരെ കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തുകാരുണ്ട്, മഞ്ചേരിക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കം ചെറുതായിട്ടില്ല, നിങ്ങളുടെ തുടക്കം വലുതായിരുന്നു. നല്ല തുടക്കമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിയ ഈ ഒരു തുടക്കം അത് എല്ലാവരും കേരളം മുഴുവൻ ഏറ്റെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആദ്യമായിട്ടായിരിക്കും ഒരു ചലിക്കുന്ന സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നതാണോ? തീർച്ചയായും ഇത് വലിയൊരു അനുഭവമാണ്. കാരണം റിപ്പോർട്ടിലെ എല്ലാ പാനലിസ്റ്റും ഉണ്ണി സാറും അതുപോലെ സ്മൃതിയും അതിൻ്റെ ഒക്കെയുള്ള എല്ലാ സമയത്തും മീറ്റ് ദ അവേഴ്സ് എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ളൊരു ഇറ്റ് ഇസ് എൻ ഓണർ. അപ്പോൾ ഈ ഒരു നല്ല കോസിന് വേണ്ടി നിങ്ങളെ കൂടെ ഇരിക്കാൻ സാധിച്ചത് അത് എൻ്റെ കൂടി ഏറ്റവും വലിയ ഒരു അഭിമാനവും ചാരിതാർത്ഥ്യവുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് തങ്ങൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾ രാവിലെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആരാണ് പങ്കെടുക്കേണ്ടത് അന്വേഷിച്ചപ്പോൾ തങ്ങളെ തന്നെ, കാരണം യൂത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് തങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ യൂത്ത് ലീഗ് കൂടെ കൂടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ചേരിയിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇതൊരു വലിയ വിജയമാക്കേണ്ടതെന്ന് പറയുന്നത് ജനങ്ങളുടെ കൂടി ആവശ്യമാണ്. ഇതിപ്പോൾ റിപ്പോർട്ടർ TV ഏറ്റെടുക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ലഹരിക്കെതിരെയാണ്. അപ്പോൾ അത് ഒരു വിജയമാകുക എന്ന് പറയുന്നത് നാടിൻ്റെ ആവശ്യമാണ്. അപ്പം ഈ ഉണ്ണി സാറേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് മഞ്ചേരിയിൽ നിന്ന് തുടങ്ങുമ്പോൾ എന്താണ് പറയാനുള്ളത്? വലിയൊരു അനുഭവമായിരുന്നു അതിൻ്റെ സാറേ. സ്വാഭാവികമായിട്ടും മഞ്ചേരി പോലൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പം ഈ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, മലബാറിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത്, ഏതൊരു ജനകീയ മുന്നേറ്റത്തെയും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നൊരു മനസ്സ് മലബാറിനുണ്ട്. അപ്പം ഇത്തരത്തിലൊരു കോഴ്സ് ഏറ്റെടുക്കുമ്പോൾ മലബാറിൽ നിന്ന് ആരംഭിക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കാനുള്ളൊരു കാര്യവും ഇതുകൂടിയാണ്. തങ്ങളോടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ ആൻഡോ സാർ പറഞ്ഞ കണക്ക് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഈ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റും. യഥാർത്ഥത്തിൽ യുവജനങ്ങളാണല്ലോ ലഹരിക്ക് വളരെ പെട്ടെന്ന് അടിമപ്പെടുന്നത്. നമ്മൾ തൊഴിൽ സമരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള അനീതികൾക്കെതിരെ യുവാക്കളെ അണിനിരത്തുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ കോഴ്സിലേക്ക് കൂടി ഏത് രാഷ്ട്രീയ സംഘടനകളുടെയും യുവജന വിഭാഗം വരേണ്ടതില്ലേ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? തീർച്ചയായും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് യുവജനങ്ങൾ ആണ് ഇതിൻ്റെ ഇരകൾ. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ റിയാലിറ്റിയിൽ നിന്നും റീൽസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ ഒറ്റപ്പെടുന്ന ഒരു യുവത്വം, അവിടെ അവർക്ക് ഈ ജീവിതത്തിൽ ആസ്വാദനം കിട്ടുന്ന ഏതും അവർ ഓപ്ഷണലായിട്ട് എടുക്കും. അപ്പോൾ അവിടെ അതിൽ നിന്നും അവരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്, അവരെ വിമുക്തമാക്കേണ്ടത് സാമൂഹിക ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ യുവജന സംഘടന നിലയ്ക്ക് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് മാത്രമല്ല എല്ലാ സംഘടനകളും വളരെ താല്പര്യത്തോടു കൂടിയും അല്ലെങ്കിൽ അനിവാര്യമായ രീതിയിൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾ ഒരുപാട് നാളായി ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ട്. ഒരു വർഷം മുമ്പ് ഋഷിരാജ് സിംഗിനെ വെച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്ത് തലത്തിലും ഒരു ബോധവൽക്കരണം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവ വികാസങ്ങൾ വരുമ്പോഴാണ് ഇതുമായി വരുന്ന അവയർനെസ്സിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ഞങ്ങൾ താമരശ്ശേരിയിലെ ആ യുവാവ് ഉമ്മയെ കൊന്ന സമയത്ത് അതിന് പിന്നോടിയായി നമ്മൾ ചെയ്തിട്ടുള്ളൊരു വലിയൊരു സമരം എന്ന് വെച്ചാൽ ഷൂട്ടൗട്ട് 1 മില്യൺ ഷൂട്ടൗട്ട് ലഹരിക്കെതിരെ. അപ്പോൾ അതിനെല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ശാഖകളിലും നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ സീരീസ് ഓഫ് ഇൻസിഡൻസ് വരികയാണ്. ഇപ്പോൾ താമരശ്ശേരി തന്നെ 2 സംഭവം വന്നു. ഒന്ന് മകൻ ഉമ്മയെ കൊന്നു, ഒരു കൊലയാളിയെ പ്രസവിക്കേണ്ടി വന്ന ഉമ്മയുടെ നൊമ്പരം നമ്മൾ കേൾക്കുകയാണ്. അതാണ് ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു ത്രെട്ടായിട്ട് നേരത്തെ ഉണ്ടെങ്കിൽ പോലും അത് ക്രൈമിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സാധാരണ ഇത് നമ്മൾ എപ്പോഴും കാണാറ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റേതായ വ്യക്തിപരമായ തകർച്ചയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് സമൂഹത്തിലുണ്ടാകുന്ന അക്രമാസക്തമായ രീതിയിൽ ഇത് പിന്നെ
തൻ്റെ അമ്മയും തൻ്റെ വീട്ടുകാരും അത് ഉറ്റവരല്ല എന്നുള്ളൊരു ബോധ്യം വരികയും അതിലൂടെ അവർ ക്രൂരമായ രീതിയിൽ അവർ മർദ്ദിച്ചുകൊണ്ട് അവരെ ചുറ്റികടിച്ചുകൊണ്ട് കൊല്ലുന്നു. ഇതൊക്കെ ലഹരി എത്രത്തോളം ആഘാതമേൽക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിൽ നിന്നും മുക്തി നേടാൻ നമ്മൾ ഇവരെ ഫിസിക്കലായി എൻഗേജ് ചെയ്യുക, സോഷ്യലായി എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ഇന്ന് ഒരുപാട് അർത്ഥത്തിൽ ഇപ്പം പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾ സ്ക്വാഡ് രൂപീകരിക്കുകയാണ്, ഒരു ജാഗ്രതാ സമിതി. ഈ സമിതി രൂപീകരിച്ചുകൊണ്ട് ലഹരി എവിടെയെങ്കിലും ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടാനും അവരെ പോലീസിനെ ഏൽപ്പിക്കാനും ഒക്കെ ഞങ്ങൾ നമ്മുടെ മിഷനറിക്ക് സാധിക്കും. ഇതിപ്പോൾ 2 തരത്തിലല്ലേ, ഇപ്പം ഉപയോഗിക്കുന്നവരെ അത് പുറത്ത് കൊണ്ടുവരണം, അതിനാണ് വിമുക്തി എന്ന് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് കൊണ്ടുവരുന്നവരെ പിടിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിൽ യൂത്ത് ലീഗിൻ്റെ ഒരു കർമ്മ പദ്ധതി എന്താണ്? ഇപ്പോൾ നമ്മുടെ അടുത്ത് നേരത്തെ ഓട്ടോ ഡ്രൈവർമാരായ യുവാക്കൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും, ഇത് എവിടേക്കാണ് കൊണ്ടുവരുന്നത്, വിൽക്കുന്നത്, അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് ഓരോ വിഭാഗത്തിൽ, ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാർ ഒരു വിഭാഗം, അതുപോലെ കച്ചവടക്കാർ, ചെറിയ പെട്ടിക്കടകളുണ്ട്, പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് മിഠായികൾ, സ്കൂളുകൾക്ക് അടുത്തുള്ള പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ചാണ് മിഠായികളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് യൂത്ത് ലീഗിന് എന്തെങ്കിലും പ്രത്യേക കർമ്മ പദ്ധതി ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ശാഖാതലത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി നമ്മൾ ആരൊക്കെയാണോ ഇതുമായി ബന്ധപ്പെട്ട് ഇത് വിൽക്കുകയോ അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അതിനെ പിടികൂടാനും അവരെ പോലീസിൽ ഏൽപ്പിക്കാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ MSF ഇവിടെ ഇപ്പോൾ ഫുട്ബോളിന്റെ നാടാണല്ലോ മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളാണ്. അപ്പോൾ ഈ യുവാക്കൾ ഇങ്ങനെ വഴിതെറ്റിപ്പോയിരിക്കുന്ന എന്തിലേക്കെങ്കിലും അവരെ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ സ്പോർട്സ് ഇനങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അതിൽ കൊണ്ടുവരികയാണെങ്കിൽ കുറേയൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. അതിൽ കൂടുതൽ തീർച്ചയായും ഞങ്ങൾ ഇതുപോലെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ് ധാരാളം ഈ ഒരു സമയത്ത് ഞങ്ങൾ നേരത്തെ തന്നെ ഇത് മനസ്സുദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊരു കായിക ഉത്സവം നടത്താൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ MSF ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആരെങ്കിലും ലഹരി പിടിക്കുകയാണെങ്കിൽ അവർക്ക് 5,000 10,000 ഒക്കെ ആയി അവർക്ക് പാരിതോഷികം കൊടുത്തുകൊണ്ട് അങ്ങനെയും ഈ സമൂഹത്തിൻ്റെ വിപത്തിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാ പോഷക സംഘടനകളും, മുസ്ലിം ലീഗും അതുപോലെ ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു ഇഫ്താർ പാർട്ടിയിൽ എല്ലാവരും ഈ ഒരു പ്രതിജ്ഞയുമായി മുന്നോട്ട് പോയി. മുസ്ലിം സംഘടനകൾ അവരൊക്കെ ഇതിൽ നിന്നും എങ്ങനെ ഇതൊരു വലിയ പ്രമേയമായി എടുത്തുകൊണ്ട് ഇത് ഫസ്റ്റ് പ്രിഫറൻസ് ഇതാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള കാര്യത്തിലേക്ക് പോകാനാവൂ എന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്. തങ്ങളെ ഈ കാൽപന്ത് ലഹരി നമ്മൾ മയക്കുമരുന്ന് ലഹരിയിൽ നിന്ന് തൂത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം കാൽപന്ത് ലഹരി കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടെ മലപ്പുറത്ത് നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെയും കൂടെ ഒരു തുടക്കമാണ് ഞങ്ങൾ മലപ്പുറം തിരഞ്ഞെടുക്കാനുള്ള കാരണം. ലഹരി എന്ന് പറഞ്ഞാൽ കാൽപന്താണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയൊരു ഫംഗ്ഷൻ്റെ, ഇതുപോലത്തെ ഒരു യാത്രയുടെ തുടക്കം തങ്ങൾ കുറിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് തന്നതിൽ വളരെ സന്തോഷം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭവമാണ് ഇത്. മഞ്ചേരിയുടെ മണ്ണിൽ നിന്നും ഇങ്ങനെ തുടങ്ങാൻ സാധിച്ചതിലും വളരെ സന്തോഷം. താങ്ക് യു. ഇറ്റ് ഇസ് എൻ ഓണർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പങ്കാളികാവുന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണ്. ഇതാര് തുടങ്ങിയാലും അവരെ കൂടെ നിൽക്കുക. ഇതിൽ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, എല്ലാ പൊതുസമൂഹവും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒന്ന്, കേരളം ഒട്ടാകെ ആഗ്രഹിക്കുന്ന ഭരണപക്ഷ പ്രതിപക്ഷ വ്യതിയേനെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് ഇനിയും ഇതൊരു വലിയ മെസ്സേജാണ്. ഇത് താഴെത്തട്ടിലേക്ക് പല രീതിയിലും ഇത് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയെങ്കിൽ ഇത് ചാനൽ മാത്രമല്ല എല്ലാ സംഘടനകളും എല്ലാ ഓർഗനൈസേഷൻസും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇത് കേരളത്തിൻ്റെ ഒരു ത്രെട്ടായിക്കൊണ്ട് ഇത് വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ ഒരു വലിയ ഇൻസ്പിറേഷനാണ് ഈ ഒരു യാത്രയുടെ തുടക്കം. അരുൺ, താങ്കൾ പറഞ്ഞതുപോലെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ യാത്ര മുന്നേറട്ടെ എന്നാണ് താങ്കൾ ആശംസിച്ചിരിക്കുന്നത്.